നന്മ നാളെയിലേക്ക് പകരുവാൻ ഇടയായിത്തീരണം. കുടുംബങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരണം. ആ രീതിയിൽ അനുഗ്രഹകരമായ കുടുംബജീവിതം നയിപ്പാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈയൊരു സന്തോഷ അവസ്ഥയിൽ നിങ്ങളോടെ ആയിരിക്കാൻ ഇടയായതിൽ അതിയായ സന്തോഷമുണ്ട്. ദൈവസ്നേഹത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കി ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ച് ഭയവും വിഷമ സാഹചര്യങ്ങളെയും അതിജീവിച്ച് ദൈവത്തോടൊത്ത് ആ ദൈവത്തിന്റെ പദ്ധതിയിൽ ഞങ്ങൾ പങ്കാളികളായി മുന്നോട്ട് പോകുന്നത് പറയുവാൻ നമുക്ക് സാധിക്കണം. അതിന് പരാമൂട്ടിൽ കുടുംബത്തിന് മൊത്തമായിട്ട് ഇടയായിത്തീരട്ടെ. കേരളത്തിലും ഭാരതത്തിന് വെളിയിലുമുള്ള കുടുംബാംഗങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ഇത് കാത്ത് ഇരിക്കുമ്പോൾ കാണുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സന്തോഷിക്കുന്ന ഒരനുഭവമായി ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുമേനിയെ ഇന്ന് യോഗത്തിൽ ലഭിച്ചത് വലിയൊരു ഭാഗ്യമായി കരുതുകയാണ്. തിരുമേനി വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ എക്സിക്യൂട്ടീവ് പ്ലാനിംഗ് കമ്മിറ്റി മെമ്പറായി ഉന്നതമായ സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ തിയോളജിക്കൽ സ്റ്റഡീസിന്റെ പ്രസിഡന്റായി തിരുമേനി അങ്ങനെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കുന്നു. തിരുമേനിയുടെ സ്നേഹത്തിനായി സഹകരണത്തിനായി ഒരു പ്രാവശ്യം കൂടെ എല്ലാ കുടുംബാംഗങ്ങളുടെ പേരിൽ പ്രത്യേകം ഹൃദയംഗമായ നന്ദി ഈ അവസരത്തിൽ പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. അഭിവന്യ തിരുമേനി, നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ ബാബു ജോർജ്, വേദിയിലിരിക്കുന്ന കുടുംബയോഗ ഭാരവാഹികളെ, കുടുംബയോഗ അംഗങ്ങളെ, ആദ്യമായി സൗവർണറിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ഈ വർഷം ആദ്യം കൂടിയതായ കുടുംബയോഗ കമ്മിറ്റിയിൽ ഈ സുവനീറിന്റെ പ്രസിദ്ധീകരണത്തിന് വേണ്ടി എന്നെ അതിന്റെ കൺവീനറായി തെരഞ്ഞെടുത്തതായ സമയത്ത് ഈ ചുമതല ശരിയായ രീതിയിൽ നിർവഹിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അതിനൊരു കാരണം, ഞാനിതിനെക്കുറിച്ച് അന്വേഷിച്ചതായ സമയത്ത് ഒരു 100 പേജുള്ളതായ സുവനീർ ഇറക്കുന്നതിന് കളർ പ്രിന്റിന് ഒരു 80,000 രൂപയോളം ചെലവ് വരും. അപ്പോൾ അതൊരു വലിയ ഭാരിച്ച കുടുംബയോഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു തുകയാണ്. കൂടാതെ കണ്ട് ഇതിനുവേണ്ടി ആർട്ടിക്കിൾ കണ്ടെത്തുക എന്ന് പറയുന്നതും ശ്രമകരമായ ഒരു ജോലിയാണ്. അപ്പോൾ ഇതിന്റെ കുടുംബയോഗ ആവശ്യത്തിന് വേണ്ടി ഈ സുവനീർ ഇറക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മുടെ കുടുംബത്തിൽപ്പെട്ടതായ കോയിക്കപ്പറമ്പിൽ ശ്രീ ജോസ് വർഗീസിനോട് ഞങ്ങൾ കുടുംബയോഗ ഈ സുവനീർ കമ്മിറ്റി അംഗങ്ങൾ സംസാരിച്ചതായ സമയത്ത് ഇതിന്റെ ചെലവിലേക്കുള്ളതായ ഒരു മേജർ ഷെയർ, അതായത് ഏകദേശം 35,000 രൂപ നമുക്ക് സംഭാവനയായിട്ട് തരാമെന്ന് ജോസ് ഞങ്ങളോട് പറയുകയും ഇതിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ളതായ ഞങ്ങളെ ഒരു ഇൻസ്പിറേഷൻ തരികയും ചെയ്തത് ഇതിന്റെ പ്രവർത്തനം കൂടുതൽ സുഗമമാക്കി. അപ്പോൾ അത് കഴിഞ്ഞുള്ളതായ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഈ കമ്മിറ്റി അംഗങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽപ്പെട്ടതായ വീടുകളൊക്കെ സന്ദർശിച്ചതായ സമയത്ത് നല്ല രീതിയിലുള്ളതായ പ്രതികരണമാണ് ഉണ്ടായത്. ഏകദേശം നമ്മുടെ ഒരു 400 മേൽ 450-500 വീടുകളുള്ളതായ നമ്മുടെ പ്ലാമൂട്ടിൽ കുടുംബയോഗത്തിൽ ഒരു 100 മേൽ കുടുംബങ്ങളിൽ നിന്നും ഈ ആശംസ ഇടാനായിട്ട് ആളുകൾ തയ്യാറായതുകൊണ്ട് അപ്പോൾ ഇതിന്റെ സാമ്പത്തികമായിട്ടുള്ള സൈഡ് നമുക്ക് യാതൊരു പ്രയാസവും ഉണ്ടായില്ല. അതുപോലെ തന്നെ ഇതിന് ആർട്ടിക്കിൾസ് തരാനായിട്ട് നമ്മുടെ എല്ലാ അച്ഛന്മാരും ലേഖനങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ കണ്ട് പല രീതിയിലുള്ളതായ ആർട്ടിക്കിൾസ് തരാനായിട്ട് പലരും തയ്യാറായി. അത് ഈ ആർട്ടിക്കിൾസൊക്കെ കിട്ടാൻ അല്പം താമസിച്ചതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും
ഈ ആർട്ടിക്കിൾസൊക്കെ കിട്ടിയതുകൊണ്ട് ഒരു മെച്ചമായ രീതിയിലുള്ള ഒരു സോവനീറായിട്ട് ഇത് കൊണ്ടുവരാനായിട്ട് സാധിച്ചുവെന്ന് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പു തരാനായിട്ട് സാധിക്കും. ഈ കഴിഞ്ഞ 100 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഒരു കുറേ കാര്യങ്ങൾ അതിൽ ഈ സുവനീറിൽ കൂടെ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ 86 പബ്ലിഷ് ചെയ്തതായ കുടുംബചരിത്രത്തിൽ നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ആദ്യ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് വലുതായിട്ട് ഇട്ടിട്ടില്ല. എന്നാൽ 71 മുതലുള്ളതായ ഭാരവാഹികളുടെ ലിസ്റ്റും അതിനുശേഷമുള്ളതായ പ്രവർത്തനങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ സുവനീറിൽ കൂടെ ശ്രമിച്ചിട്ടുണ്ട്. ഈ സുവനീർ ഇറക്കുന്നതായ കാര്യത്തിൽ എല്ലാവരും എന്നോടുകൂടെ ഈ കമ്മിറ്റിയിൽപ്പെട്ടതായ എല്ലാവരും നമ്മുടെ പ്ലാമൂട്ടിൽ കുടുംബയോഗത്തിന്റെ കമ്മിറ്റിയിലും സുവനീർ കമ്മിറ്റിയിൽ പ്രത്യേകമായിട്ടുള്ള എല്ലാവരും എന്നോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചു. എല്ലാവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇതിന്റെ പ്രിന്റിംഗ് നടത്താനായിട്ട് തോട്ടഭാഗത്തുള്ളതായ ദർശന പ്രിന്റേഴ്സിനെയാണ് ചുമതലപ്പെടുത്തിയത്. അവരതിന്റെ DTP വർക്കൊക്കെ സമയത്ത് തന്നെ ചെയ്തു. എന്നാൽ ഇപ്പൊ തിരുമേനിയുടെ സൂചിപ്പിച്ച പോലുള്ളതായ ഈ മുല്ലപ്പെരിയാർ പ്രശ്നത്തിന്റെ പേരിൽ അവരുടെ അവിടെ ജോലിക്ക് നിന്നിരുന്നതായ കുറെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ വീട്ടിൽ പോവുകയും അവർ തിരിച്ചു വരാൻ താമസിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഈ മുഴുവനായിട്ട് ഇത് പ്രിന്റ് ചെയ്ത് ഇറക്കാനായിട്ട് അതിന്റെ ബൈൻഡിങ് സംബന്ധമായ ജോലികളൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് പണിയൊക്കെ തടസ്സം സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് അവർ ഞങ്ങളോട് പറഞ്ഞത് തൽക്കാലം നിങ്ങൾക്ക് പ്രകാശനം ചെയ്യാനായിട്ട് ഒരു കോപ്പി തരാം, ബാക്കി കുറെ കൂടെ നന്നായിട്ട് ഞങ്ങളത് ഒരാഴ്ചയ്ക്കുള്ളിൽ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ കിട്ടുന്നതായ സമയത്ത് ഈ സോവനീർ എല്ലാ വീടുകളിലും എത്തിക്കുന്നതായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ഇതിന്റെ പ്രകാശനം ഇപ്പൊ ഈ ഒരു കോപ്പി അവർ തന്നത് വെച്ച് നമ്മളിപ്പോൾ അതിന്റെ പ്രകാശനം ഇവിടെ നടത്തുകയാണ്. നമ്മുടെ കുടുംബാംഗമായ ബഹുമാനപ്പെട്ട ജിജി തോമസ് അച്ഛൻ അഭിവന്യ ഡോക്ടർ ഐസക് മാർ പീലസിനോ തിരുമേനിക്ക് സുവനീറിന്റെ കോപ്പി നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിക്കും. പ്രസിഡന്റ് അച്ഛൻ നേരത്തെ പ്രസ്താവിച്ചതുപോലെ കുടുംബയോഗമായിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അത് റിപ്പോർട്ട് ബുക്കിൽ നമുക്ക് www.plamutil.org എന്ന് മാത്രമേ ഉള്ളെങ്കിലും അതിന് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. www.plamutil.kudumbayogam.org എന്നാണ് നമ്മുടെ പുതിയ വെബ്സൈറ്റ്. ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട്. അതിന് നമുക്ക് ചാറ്റ് റൂം ഫെസിലിറ്റീസ് ഉണ്ട്. ഫാമിലി ഹിസ്റ്ററി അത് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തവർക്ക് നമുക്ക് വേൾഡിൽ അറൌണ്ട് ദ വേൾഡ് നമുക്ക് അവിടുന്ന് കാണാൻ സാധിക്കും. തത്സമയ സംപ്രേഷണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഗാലറി, ഇമേജസ്, എല്ലാ ഫെസിലിറ്റീസും ഇതിനകത്ത് ഇവർ ഉൾപ്പെടുത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഔദ്യോഗിക നിർവഹണത്തിനായി ഉദ്ഘാടനത്തിനായിട്ട് നമ്മുടെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റും ബഹുമാനായ ബാബു ജോസ് സാറിനെ ആദരപൂർവ്വം സ്വാഗതം ക്ഷണിച്ചോളൂ. അധ്യക്ഷൻ റവറൻഡ് ഫാദർ അജി തോമസ് അച്ഛൻ, റവറൻഡ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് തിരുമേനി, അധ്യക്ഷവേദിയിലെ അഭിനന്ദരായ സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കുടുംബയോഗത്തിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ എന്നെ വിളിച്ച ഇതിന്റെ ഭാരവാഹികളോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. എന്തായാലും ഒരു കുടുംബയോഗത്തിന്റെ വന്നപ്പോൾ ഒന്ന് രണ്ട് വാക്കുകൾ പറയണം എന്ന് മനസ്സിൽ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം സംസാരിക്കുക. ഇന്ന് തിരുമേനി പ്രസംഗിച്ചപ്പം ഒന്ന് രണ്ട് വാക്കുകളിൽ
പറഞ്ഞ കാര്യങ്ങൾ ആണ് എൻ്റെയും മനസ്സിലൂടെ ചിന്ത കടന്നുപോയത്. തിരുമേനി പറഞ്ഞത് നമുക്കുണ്ടാകുന്ന ഭയം, നമുക്കുണ്ടാകുന്ന ചിന്തകൾ, അതൊക്കെ ഇവിടെ തിരുമേനി പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. സത്യത്തിൽ കുടുംബയോഗങ്ങൾ കൂടുമ്പോൾ ആ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനും സ്നേഹബന്ധങ്ങൾക്ക് കൂടുതൽ അവസരങ്ങളുണ്ടാക്കാനും കുടുംബയോഗങ്ങൾക്ക് കഴിയും. നമ്മുടെ നാട്ടിൽ ഒരുപാട് കുടുംബയോഗങ്ങൾ നടക്കുന്നുണ്ട്. ആ കുടുംബയോഗങ്ങളിലെല്ലാം ഒന്നുകിൽ കുറേ കാലം കഴിയുമ്പോൾ സ്വാഭാവികമായി എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് നിന്നു പോകാറുണ്ട്. ചില കുടുംബയോഗങ്ങൾ വളരെ ഭംഗിയായി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ ഈ കുടുംബയോഗത്തിനും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളിലൂടെ കുടുംബങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനൊരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന മാതാപിതാക്കളോടും കുട്ടികളോടും ഒക്കെ അഭ്യർത്ഥിക്കുവാനുള്ളത് പുതിയ തലമുറയുടെ പോക്ക്, പുതിയ തലമുറയുടെ പ്രവർത്തനങ്ങൾ, അവർക്ക് സമൂഹത്തോടുള്ള കാഴ്ചപ്പാട്, അത് നമ്മുടെ കുടുംബയോഗങ്ങളിൽ ഒരു ചർച്ചാവിഷയമാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒന്നിനോടും താല്പര്യമില്ല, ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കുന്നില്ല, അങ്ങനൊരു പോക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരും പണത്തിന്റെ പുറകെ പായുകയാണ്. പണാധിപത്യം, പണം എങ്ങനെ സമ്പാദിക്കുക, പണം സമ്പാദിച്ച് മറ്റുള്ളവന്റെ മേളിൽ മേൽക്കൈ നേടുക എന്നുള്ള ഉദ്ദേശത്തോട് സമൂഹം വല്ലാതെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് പല രംഗങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയും, എവിടെ ചെന്നാലും മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് നമ്മുടെ ജില്ലയിൽ എടുത്തു നോക്കുമ്പോൾ ഇന്ന് ഈ ഹാളിലിരിക്കുന്ന ആളുകൾ പല സ്ഥലങ്ങളിൽ വന്ന ആളുകളാണ്. പക്ഷേ എങ്കിൽ പോലും 80% ആളുകൾ പാവപ്പെട്ടവരാണ്. അവർ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ആളുകളാണ്, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. ക്യാൻസർ ബാധിച്ചു വരുന്ന ആളുകൾ നിരവധിയാണ്. തങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ട് HIV ബാധിതരായ കുട്ടികൾ 250-300 പേർ ഈ ജില്ലയിലുണ്ട്. എയ്ഡ്സ് രോഗബാധിതരായ ആളുകൾ ഈ ജില്ലയിലുണ്ട്. ഒരു നേരത്തെ മോർഫിൻ ഇഞ്ചക്ഷൻ തന്നാൽ എനിക്ക് ഒരു മാസത്തേക്ക് വേദന എടുക്കില്ല, അതുകൊണ്ട് ചെറിയ സാമ്പത്തിക സഹായം തരാമോ എന്ന് പറഞ്ഞ് ചോദിച്ചു വരുന്ന ആളുകൾ നിരവധിയാണ്. അങ്ങനെ നമ്മൾ കോഴഞ്ചേരി ടൗണിൽ ഇറങ്ങി നിൽക്കുമ്പോൾ, പത്തനംതിട്ട ടൗണിൽ ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന ഈ മനോഹരമായ നാടല്ല നമ്മുടെ നാട്. ആളുകളെ ഭയന്ന്, ഗുണ്ടകളെ ഭയന്ന് ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഏറ്റ് കഴിയുന്ന കുടുംബങ്ങളുണ്ട്. ആശുപത്രി പോകാൻ നിവൃത്തിയില്ലാത്ത കുടുംബങ്ങളുണ്ട്. അത് 80% വരുന്ന ആളുകൾ ആ കുടുംബങ്ങളിൽപ്പെട്ടവരാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ട് പെട്ടെന്ന് ഒന്ന് വായിച്ചപ്പോൾ അതിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇടയ്ക്ക് നിന്നുപോയി, രണ്ടാമത് വീണ്ടും തുടങ്ങാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട് എന്ന് ആ ബുക്കിൽ വായിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പെട്ടെന്നെടുത്ത് നോക്കിയപ്പോൾ എന്ത് നിന്നുപോയാലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിന്നുപോകരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അല്ലാതെ പണം ഞാനത് ചില കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ പറയും, ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ എന്നെ ഇവിടെ മലബാർ ഗോൾഡിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചു. മോഹൻലാൽ വരും എന്ന് പറഞ്ഞതുകൊണ്ട് വലിയ ആൾക്കൂട്ടമായിരുന്നു. ഞാനും അതിൻ്റെ ഇടയ്ക്ക് ഒരു തരത്തിൽ അവിടെ ചെന്ന് കയറി കഴിഞ്ഞ് എന്നെ നമുക്ക് വിസ്മയിപ്പിക്കുന്ന ഒരു മഞ്ഞ ലോഹത്തിന്റെ കേന്ദ്രമാണ്. കണ്ടു കഴിയുമ്പോൾ അന്തം വിട്ടുപോയി. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് പത്തനംതിട്ടയിൽ. അതെല്ലാം യാദൃച്ഛികമല്ല, എല്ലാ സ്റ്റേറ്റ്, എല്ലാ ജില്ലകളിലും ഉള്ളതാണ്, ഇവിടെയുള്ളതാണ്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത്, ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഡയമണ്ട് നെക്ലേസ് വയ്ക്കുന്ന സ്ഥലമുണ്ട്. ആ ഡയമണ്ട് നെക്ലേസ് വയ്ക്കുന്ന സ്ഥലത്ത് ഇത് കണ്ടിട്ട് ഞാനിങ്ങനെ മിഴിച്ചു നോക്കുന്നത് കണ്ട് അവിടുത്തെ സെയിൽസ് ഗേൾ എന്നോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിന്റെ വിലയും കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ
ആ സെയിൽസ് ഗേൾ ഇങ്ങനെ നോക്കിയപ്പോൾ സാറെന്താ ഇങ്ങനെ നോക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇതിങ്ങനെ കൊണ്ടുവച്ചാൽ ഇത് ഇവിടെ ചെലവാകുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതിന്റെ വില എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ഒരെണ്ണം കഴുത്തേൽ ഇങ്ങനെ ഒട്ടിക്കിടക്കുന്ന ഡയമണ്ട് നെക്ലേസിന്റെ ഏറ്റവും ചെറിയ വില 35 മുതൽ 70 ലക്ഷം രൂപ വരെയാണ്. ഏറ്റവും കൂടിയത് 1.25 മുതൽ 2 കോടി രൂപ വരെ വിലയുള്ളൂ. ഇത് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ അന്തം വിട്ട് വല്ലാതായിപ്പോയി. ഏത് മനുഷ്യനും ഇത് കേൾക്കുമ്പോൾ മുഖത്തൊരു വിസ്മയം വരുമല്ലോ. എന്റെയും മുഖത്ത് ആ വിസ്മയം വന്നു. അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ പ്രസിഡന്റ് നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ആരെങ്കിലും മേടിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അത് ശരി, ഇന്ന് 35 എണ്ണം ഇന്നത്തെ ദിവസം ഇവിടുന്ന് പോയെന്ന്. ഏതാ നമ്മുടെ ജില്ലയിൽ പത്തനംതിട്ട ടൗണിലെ കാര്യം നീ പറഞ്ഞു. അപ്പം ആളുകൾ പണാധിപത്യത്തിന്റെ പുറകെ പായുകയാണ്. ഒരു 1.25 കോടി രൂപയുടെ ഡയമണ്ട് നെക്ലേസ് ഇട്ട് 2.25 കോടിയുടെ BMW കാറും എടുത്ത് അവന്റെ വീട്ടിലെ വേസ്റ്റ് പത്തനംതിട്ട ടൗണിൽ കൊണ്ടുവന്ന് എറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് സഞ്ചിക്കകത്തിട്ട് എറിയുന്നത് കണ്ടിട്ടുണ്ട്. ഒരു പാവപ്പെട്ടവനും ഈ രാജ്യത്തിന് അപകടകരമായ ഒരു കാര്യവും ചെയ്യുന്നില്ല. ഒരു സാധാരണക്കാരനും ഈ രാജ്യത്തെ ദ്രോഹിക്കുന്നില്ല. ഈ രാജ്യത്തെ ദ്രോഹിക്കുന്നത്, ഈ രാജ്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് ധനാഢ്യരായ ആളുകളാണ് എന്ന് ഞാൻ പറഞ്ഞു പോയാൽ എന്നോട് ക്ഷമിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മിക്കവാറും കുടുംബയോഗങ്ങളിൽ പോയാൽ ഞാൻ പറയും. ഞാനും ഒരു കുടുംബയോഗത്തിന്റെ ആളാണ്. ഞാൻ കലഞ്ഞൂരാണ് താമസിക്കുന്നതെങ്കിലും പത്തനാപുരത്ത് തെക്കേടത്ത് കുടുംബയോഗത്തിന്റെ ആളാണ്. തെക്കേടത്ത് കുടുംബം ഒരുപാട് കുടുംബങ്ങളുള്ളതാണ്. ഡിസംബർ 28-ാം തീയതി ആകുമ്പോഴത്തേക്കിന് എങ്ങെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കൂടും. ഞാനും പലപ്പോഴും പങ്കെടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞത് ആ യോഗങ്ങളിൽ ഞാൻ പറഞ്ഞത് ആ യോഗങ്ങളിൽ വരുമ്പോൾ ഞാൻ കണ്ട പ്രവണത, ആ യോഗങ്ങളിൽ കണ്ടുവരുമ്പോൾ സംസാരിക്കാനുള്ള അവസരം, തിരുമേനിയൊക്കെ പോയി കഴിയുമ്പോൾ സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ അപ്പച്ചന്മാരും അമ്മച്ചിമാരും വന്ന് സ്റ്റേജിൽ കയറി വന്നിട്ട് മക്കളുടെ ഗുണങ്ങളെക്കുറിച്ചാണ്. എൻ്റെ മകൾ 4 പേരുണ്ട്, ഫിലാഡൽഫിയയിലാണ്. അവർ വളരെ 7 കാറുണ്ട്. രാവിലെ 1 കാറിൽ പോകും, വൈകിട്ട് 2 കാറിൽ പോകും എന്ന് പറയും. അവിടെ കാല് വയ്യാതെ ഒരു നേരത്തെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ വാങ്ങിക്കാൻ കഴിവില്ലാത്ത പാവപ്പെട്ടവനവിടെ, അവനെക്കുറിച്ച് ആരും ഓർക്കത്തുമില്ല, സംസാരിക്കത്തുമില്ല. എല്ലാവരും ഉച്ച കഴിഞ്ഞ് ഊണം കഴിഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് സന്തോഷമായി പിരിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് ഞാനിത് പറഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞത്, പെട്ടെന്നാണെങ്കിൽ പോലും ഞാൻ ആ ബുക്കെടുത്ത് നോക്കിയപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടിനകത്ത് കണ്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിങ്ങൾ തുടങ്ങണം. അത് ആളുകളെ സഹായിക്കും. ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. ഞങ്ങളുടെയൊക്കെ കൂടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, തങ്ങളുടേതായ അല്ലാത്ത കുറ്റം കൊണ്ട് 280 കുട്ടികൾ HIV ബാധിതരായ കുട്ടികൾ 280 പേർ ഈ ജില്ലയിൽ താമസിക്കുന്നുണ്ട്. അവരുടെ കൂടെ നിന്ന് വിക്ടിംസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ ഫോട്ടോ എടുക്കാൻ പോലും പറ്റത്തില്ല. അവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കാൻ, അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ള മരുന്നുകൾ കൊടുക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല. എല്ലാവരും പുതിയ പുതിയ യുഗത്തിലെ പുതിയ ഭ്രമത്തിലേക്ക്, പുതിയ സൗകര്യങ്ങളിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങൾ നിരാലംബരാണ്, നിരാശരാണ്. ആശുപത്രികളിൽ ചെന്നാൽ ബെഡുകൾ കിട്ടാത്ത ആളുകളുണ്ട്. തറയിൽ കിടക്കുന്ന നിരവധി രോഗികളുണ്ട്. പണ്ടൊക്കെ നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ വൈദികർ, അവരൊക്കെ എല്ലാ ഞായറാഴ്ചകളിലും ആശുപത്രികളൊക്കെ സന്ദർശിച്ച് രോഗികളെ ആശ്വസിപ്പിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. എന്ത് ഇന്ന് ഒരു ക്രൈസ്തവ ദർശനത്തിന് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആശുപത്രികളിൽ ഞാൻ കാണാറില്ല ആശ്വസിപ്പിക്കാൻ പോകുന്ന ആളുകളെ. അവിടെയും നമുക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കണം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, കുട്ടികളെ വളരെ സൂക്ഷിച്ച് കുട്ടികളെ വളർത്തേണ്ട ഒരു കാലഘട്ടമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്ക് വരുന്ന കത്തുകൾ കണ്ടാൽ, ഓരോ മാതാപിതാക്കൾ എഴുതുന്ന കത്തുകൾ കണ്ടാൽ ഭയന്നു പോകും. ഓരോ കുട്ടികൾ എഴുതുന്ന കത്തുകൾ കണ്ടാൽ അതിനേക്കാൾ ഭയന്നു പോകും. ഞാനൊരു ചെറിയ ഉദാഹരണം, തിരുവേനിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ദീർഘമായി പറയുന്നില്ല. 7ാം ക്ലാസ് വരെ നമ്മുടെ ജില്ലയിലുള്ള ഒരു മോഡൽ ട്രൈബൽ സ്കൂളിന്റെ അവിടെ കൗൺസിലിംഗ് ഏർപ്പെടുത്താൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് ഒരു പഠനം നടത്തി. ആ പഠനം നടത്തിയപ്പോൾ അന്തം വിടുന്ന റിപ്പോർട്ടുകളാണ് കിട്ടിയത്. എന്റെ പേരിന്നത്, ഞാൻ ഇന്നാളിന്റെ മകനാണ്, ഇന്നാളിന്റെ മകളാണ്, എനിക്ക് ഇത്ര വയസ്സുണ്ട്, ഞാൻ ഇത്ര സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, ഞാൻ മദ്യപാനത്തിന് അടിമയാണ് എന്ന് എഴുതി തന്ന കുട്ടികൾ 100 പേരാണ്. മയക്കുമരുന്നിന് അടിമകളാണ് എന്ന് എഴുതി തന്ന കുട്ടികൾ 100-ലധികം ആളുകളാണ്. കൈത്തണ്ടയിൽ, പെൺകുട്ടികൾ കൈത്തണ്ടയിൽ ബ്ലേഡ് വെച്ച്
ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച പെൺകുട്ടികളുടെ എണ്ണം 10-ലധികം പെൺകുട്ടികളാണ് ആ സ്കൂളിൽ പഠിക്കുന്നത്. ഞാൻ സ്കൂളിന്റെ പേര് എനിക്ക് പ്രസിദ്ധീകരിക്കാൻ ഒരു മടിയുണ്ടായതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ആ സ്കൂളിൽ എന്തിനു പറയുന്നത് സ്കിൻ ഡിസീസ് ഉള്ള വിദ്യാർത്ഥികൾ 150-ലധികം വിദ്യാർത്ഥികളാണ് സ്കിൻ ഡിസീസ് ഉള്ളത്. ഓരോ വിദ്യാർത്ഥികളെ കണ്ടാൽ ആ വിദ്യാർത്ഥികളെ എടുത്തു നോക്കി അവരുടെ ഉടുപ്പോ ഷർട്ടോ മുണ്ടോ മാറ്റി നോക്കിയാൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ആഫ്രിക്കയുടെയും അമേരിക്കയുടെയൊക്കെ ഭൂപടം വരയ്ക്കുന്നത് പോലുള്ള പാടുകളാണ് ശരീരം മുഴുവൻ. എന്താണ് കാരണം എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കണം. അത് അവിടെ മാത്രമല്ല, മറ്റു സ്കൂളിൽ പാൻപരാഗ തുടങ്ങിയ ഈ മയക്കുമരുന്നുകൾ കുട്ടികൾ ഉപയോഗിക്കുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല. കുട്ടികളെ സ്കൂളിൽ വിട്ടുകഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും അതിന് പുറകെ പോകുന്നതേയില്ല. ഒരു കുട്ടിക്ക് ഈ ഇടയ്ക്ക് ക്യാൻസർ വന്നു. ക്യാൻസർ വന്ന കുട്ടിയെ പരിശോധിച്ചപ്പോൾ ആ കുട്ടി കഴിക്കുന്ന പാൻപരാഗിൽ ആണ് സ്ഥിരമായി കഴിക്കുന്നുണ്ടായിരുന്നു. അവസാനം ഡോക്ടർമാർ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ കഴിക്കുന്ന 2 രൂപയ്ക്ക് മേടിക്കുന്ന പാൻപരാഗിനുള്ളിൽ കുപ്പിച്ചില്ല് പൊടിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ കുപ്പിച്ചില്ല് പൊടിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് അത് വായിലിട്ട് ചവയ്ക്കുമ്പോൾ വായയുടെ ചെറിയ നരമ്പുകളിലൂടെ സിരകളിലേക്ക് ഈ മയക്കുമരുന്നിന്റെ അംശം കയറിയിട്ട് ആ കുട്ടി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി അവസാനം ക്യാൻസർ ബാധിതനായ ചെറുപ്പക്കാരനായ ഒരു കുട്ടി നമ്മുടെ ജില്ലയിൽ നിന്നുണ്ടായി. ഇപ്പൊ സ്കൂളുകളുടെ പരിസരത്ത് സർക്കാർ പരമാവധി പോലീസിനെ മറ്റും വിട്ടുമൊക്കെ എടുപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കൂടി ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, അതുപോലെ നെറ്റിന്റെ ഉപയോഗം, മൊബൈലിന്റെ ഉപയോഗം, ഇതെല്ലാം ഒരു സമൂഹത്തെ വല്ലാതെ കൊണ്ടുപോവുകയാണ്. ടീച്ചേഴ്സ്, അവരുടെ അഭിപ്രായം ടീച്ചേഴ്സ് പറഞ്ഞതാണ്. ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോയപ്പോൾ ചോക്ക് വെച്ച് ബോർഡിൽ എഴുതിയപ്പോൾ +2 വിദ്യാർത്ഥി എടുത്ത ഫോട്ടോകൾ മൂലം പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അധ്യാപകർ, ചോക്ക് തറയിൽ വീണപ്പോൾ കുനിഞ്ഞെടുക്കാൻ ശ്രമിച്ച അധ്യാപികയുടെ ഫോട്ടോ, വിവിധ ആംഗിളിൽ എടുത്ത +2 വിദ്യാർത്ഥിയുടെ ചരിത്രം. അങ്ങനെ നമ്മുടെ നാട് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ സമൂഹവും നമ്മുടെ ക്രൈസ്തവ സമൂഹവും കുടുംബയോഗങ്ങളും കുടുംബങ്ങളും എല്ലാം വളരെ സീരിയസ് ആയി ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഈശ്വരവിശ്വാസമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ വേണ്ടി നമുക്കെല്ലാം ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം. അതിനുവേണ്ടി നമുക്കെല്ലാവരും കൂടെ മുൻകൈയെടുക്കാം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവർഷ ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. Powers, above all kings, above all nature and all created things, above all wisdom and all the ways of man. You were here before the world began. Above all kingdoms, above all thrones, above all wonders the world has ever known, above all wealth and treasures of the earth, there's no way to measure up your worth. Crucified, lay behind the tomb. പ്ലാമൂട്ടിൽ കുടുംബയോഗം ശതാബ്ദി വർഷത്തിൽ നമ്മുടെ മുടങ്ങിക്കിടന്ന ജീവകാരുണ്യ ഫണ്ടിൻ്റെ പ്രവർത്തന ഉദ്ഘാടനമാണല്ലോ. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട സാധാരണക്കാരായ രോഗികളായിട്ടുള്ളവർക്കും വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് നിൽക്കുന്ന സാധാരണക്കാരായ കുട്ടികളെ സഹായിക്കുന്നതിൻ്റെ ഭാഗമാണ്. തൊളിപ്പറമ്പിൽ TS വർഗീസ് നമുക്ക് 3 ലക്ഷം രൂപ അതിനോടനുബന്ധിച്ച് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പലിശ എടുത്താണ് നമ്മൾ ഇത് നിർവഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ജോജി തോമസ് അച്ഛനെ ക്ഷണിച്ചോളൂ.
അഭിമന്യ തിരുമേനിയുടെ സാന്നിധ്യം, അതോടൊപ്പം തന്നെ ജസ്റ്റിസ് കോശി സാറിന്റെ സാന്നിധ്യം, ഇത് നമുക്ക് അനുഗ്രഹമാണ്. അഭിമന്യ തിരുമേനി ലോകപ്രസിദ്ധനായ ഒരു വ്യക്തിയാണ്. പ്രധാനമായിട്ടും നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് വളരെ അഭിമാനം നൽകുന്ന ഒരു വ്യക്തിത്വമാണ് അഭിമന്യ തിരുമേനിയുടെ. ചെന്നൈ ബാംഗ്ലൂർ ഡയസിഷൻ ബിഷപ്പായി പ്രവർത്തിക്കുന്നതോടൊപ്പം വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും, ഇപ്പോൾ അടുത്ത വർഷം 2012 വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ മീറ്റിംഗിന്റെ പ്ലാനിംഗ് കമ്മിറ്റി അംഗം, അതോടൊപ്പം തന്നെ സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി ഓഫ് തിയോളജിയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിത്വം പ്രദർശിപ്പിക്കാനായിട്ട് അഭിമന്യ തിരുമേനിക്ക് സാധിച്ചു. കഴിഞ്ഞ ഡിസംബർ 5 തിരുമേനിയുടെ 60th ബർത്ത്ഡേ ആയിരുന്നു. അതും വളരെ സന്തോഷത്തോടുകൂടെ കുടുംബാംഗങ്ങളായിട്ടുള്ള നമുക്ക് അഭിമാനിക്കാം. തീർച്ചയായിട്ടും തിരുമേനി ഓർമ്മിപ്പിച്ചതുപോലെ നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ കുടുംബാംഗങ്ങൾ പലരും നമ്മളിൽ നിന്ന് മറ്റൊരു കുടുംബത്തിലേക്ക് പോകുന്നുണ്ടെങ്കിലും അവരെയൊക്കെ ഓർക്കുവാനും അവരെ നമ്മുടെ കുടുംബ യോഗത്തിലേക്ക് ക്ഷണിക്കുവാനും ഒക്കെ ലഭിക്കാൻ തീരുമാനമൊക്കെ എടുത്തതിൽ പ്രത്യേകം കുടുംബാംഗങ്ങളോടുള്ള നന്ദിയും അതോടൊപ്പം തന്നെ അവരെ പ്രത്യേകം ഞാൻ ശ്ലാഘിക്കുന്നു. ശുശ്രൂഷിപ്പാനും ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. ഈ പുതിയ വർഷത്തിലും ദൈവകൃപ വ്യാപരിച്ച് ഈ വർഷാന്ത്യം നമ്മൾ സമാധാനത്തോടുകൂടെ ചെലവഴിപ്പാനും പുതിയ വർഷത്തിൽ ദൈവീയ കൃപകൾ പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ എല്ലാ കുടുംബാംഗങ്ങൾക്കും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. അഭിനന്ദ റൈറ്റ് റവറൻഡ് ഡോക്ടർ ഐസക് മാർ ഫെലിക്സിനോസ് തിരുമേനി, യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനമുള്ള അജി തോമസ് അച്ഛൻ, പ്രിയപ്പെട്ട ജിജി തോമസ് അച്ഛൻ, തോമസ് മാത്യു അച്ഛൻ, കുടുംബയോഗത്തിൻ്റെ ഔദ്യോഗിക ഭാരവാഹികളെ, പ്രിയ മാതാപിതാക്കളെ, യുവ സുഹൃത്തുക്കളെ ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. പ്ലാമൂട്ടിൽ കുടുംബയോഗത്തിൻ്റെ 100ാമത്തെ വാർഷിക യോഗത്തിൽ ഒരു പട്ടക്കാരൻ എന്ന നിലയിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഞാൻ അതീവ കൃതാർത്ഥനാണ്. 100 വർഷം പിന്നിട്ടതായ ഒരു കുടുംബ ശാഖയുടെ അംഗമായിട്ട് തീരുവാൻ സാധിച്ചത് ദൈവ ഉദ്ദേശമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. അഭിനന്ദ തിരുമേനിയുടെ സാന്നിധ്യം വളരെ സന്തോഷമാണ്. പ്രിയപ്പെട്ട അജി അച്ഛൻ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ഈ കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ നേതൃത്വം നൽകിത്തരുന്നു. എല്ലാം കൊണ്ടും ഒരു പുത്തൻ ഉണർത്തുപാട്ടിൻ്റെ ഒരു അവസരമാണ് പ്ലാമൂട്ടിൽ കുടുംബയോഗത്തെ സംബന്ധിച്ച് കാണുവാൻ സാധിക്കുന്നത്. ഈ കുടുംബയോഗത്തിൻ്റെ വാർത്താപത്രിക ഞങ്ങൾക്കൊക്കെ അയച്ചു തരുവാനായിട്ട് ഇതിൻ്റെ സെക്രട്ടറി ശ്രമിച്ചു. ഫോണിലൂടെ പല പ്രാവശ്യം ബന്ധപ്പെട്ടു. ഈ യോഗത്തിൽ തീർച്ചയായിട്ടും വന്നിരിക്കണം എന്ന് ക്ഷണിച്ചു. ഇതൊക്കെ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ സജീവകതയെ കാണുവാനായിട്ടാണ് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ 100ാമത്തെ വർഷത്തെ പ്രവർത്തനങ്ങൾ എല്ലാം കൊണ്ട് അനുഗ്രഹമായിട്ട് തീരട്ടെ. പ്രത്യേകിച്ച് ഈ റിപ്പോർട്ടിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തതായ ഒരു പോയിന്റ്, ഒരു സായുധ സേന പ്ലാമൂട്ടിൽ കുടുംബയോഗം രൂപീകരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഒരു ഗൈഡൻസും ഒരു കൗൺസിലിങ്ങും ലഭിക്കേണ്ടതായ ആളുകൾ ധാരാളം ഉണ്ട്, നമ്മുടെ കുടുംബയോഗത്തിലുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളതായ മേഖലയിൽ പോയി ഒരു നേതൃത്വം നൽകുവാൻ നമ്മുടെ കുടുംബയോഗം ശ്രദ്ധ ചെലുത്തുന്നത് മറ്റു കുടുംബയോഗങ്ങൾക്ക് തന്നെ ഒരു മാതൃകയായിട്ട് തീരും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ചിരിക്കുവാൻ നമ്മൾ മറന്നു പോകരുത് എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഇന്ന് കൂടിയ എല്ലാ ആളുകളും തമ്മിൽ സംസാരിച്ചില്ലെങ്കിൽ പോലും ഒന്ന് പുഞ്ചിരിച്ചിട്ടും മടങ്ങിപ്പോകുവാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ഈ 100ാമത്തെ യോഗം ഏറ്റവും സന്തോഷമായിട്ട് മാറും. എല്ലാ ആശംസകളും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അഭിനന്ദ ഫെലിക്സിനോസ് തിരുമേനി, ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അജി തോമസ് അച്ഛൻ, എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ ജിജി അച്ഛൻ, ജോജി തോമസ് അച്ഛൻ, ഈ കുടുംബയോഗത്തിൻ്റെ ഭാരവാഹികളെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ,
നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ കുടുംബയോഗം ഈ 100-ാം വയസ്സിലേക്ക് പ്രവേശിച്ചതായ സമയത്ത് ഇന്ന് ഇവിടെ കടന്നു വരുവാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ അച്ഛനായതിനു ശേഷമുള്ള എൻ്റെ ആദ്യത്തെ കുടുംബയോഗം. കഴിഞ്ഞ കൊല്ലം എനിക്ക് വരുവാനായിട്ട് സാധിച്ചില്ല. പ്രത്യേകം എന്നോട് ക്ഷണിച്ചാണ്. ജോജി അച്ഛൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 3 പേരും തിരുമേനി നമ്മുടെ പിതാവായിട്ടിരിക്കുന്നു. ഞങ്ങൾ 3 മക്കൾ അച്ഛന്മാരും തിരുമേനിയുടെ ഡയസിസിലാണ്. ഞാൻ അവിടെ ഇരുന്ന് അച്ഛനോട് പറയുമായിരുന്നു, നമ്മളിന്ന് വന്നത് വളരെ നന്നായി. കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു വേദി വരുവാനായിട്ട് സാധിച്ചല്ലോ. അതേപോലെ നമ്മുടെ കുടുംബയോഗത്തിൻ്റെ പേരിൽ ഒരിക്കൽ കൂടെ 60-ാം വയസ്സിലേക്ക് പ്രവേശിച്ച തിരുമേനിക്ക് എല്ലാ ആശംസകളും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ സമയത്ത് അർപ്പിക്കുന്നു. നമ്മുടെ ഈ കുടുംബയോഗം ഇപ്പോൾ പഴയതിലും വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായ ഒരു കുടുംബയോഗമാണ്. എല്ലാ കാര്യങ്ങളിലും അച്ഛന്മാർ ഓർപ്പിച്ചല്ലോ, നമ്മൾക്ക് വാർത്താ പത്രിക, ഇവിടുത്തെ കുടുംബയോഗത്തിലെ ഓരോ കാര്യങ്ങൾ, ഇതെല്ലാം വിളിച്ചു പറയുവാൻ ഇന്നത്തെ ഭാരവാഹികൾ വളരെയധികം ശ്രദ്ധിക്കും. ഇവിടെ നമ്മുടെ ഈ സ്മരണീയ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ ആർട്ടിക്കിളിന് വേണ്ടി എന്നെ പലവട്ടം റജി സാറും കാവിലെ ബീച്ചാനും ഒക്കെ വിളിച്ച് പ്രത്യേകം പറഞ്ഞു, അച്ഛാ പെട്ടെന്ന് അയക്കണം. അതുപോലെ ഞാൻ ഈ കുടുംബയോഗത്തിന് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ക്രിസ്മസിന്റെ തിരക്കാൻ നോക്കാം, തൽക്കാലിൽ ടിക്കറ്റ് കിട്ടിയാൽ വരുവാനായിട്ട് ശ്രമിക്കാം. എന്നാൽ ഇന്നലെയും എന്നെ വിളിച്ച് തിരക്കി, അച്ഛൻ യാത്ര തിരിച്ചോ എത്തത്തില്ലയോ? അത്രയ്ക്ക് ഇന്ന് നമ്മുടെ കുടുംബയോഗം വളരെ നന്നായ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇന്ന് പ്രാർത്ഥനാ കൂട്ടങ്ങൾ നടത്തുവാനായിട്ട് ഞാൻ പലപ്പോഴും വിളിക്കുമ്പോൾ എന്നോട് പറയാറുണ്ട്, ഇന്ന് നിങ്ങളുടെ ഏരിയയിൽ പ്രാർത്ഥനയാണ്. ഈ കഴിഞ്ഞ മാസം ഈ തോളുപ്പറമ്പിൽ ശാഖയുടെ പ്രാർത്ഥന അച്ഛൻ സംബന്ധിക്കണമെന്നൊക്കെ പറഞ്ഞ് അന്ന് എനിക്ക് സംബന്ധിക്കുവാനായി സാധിച്ചില്ല. അതുപോലെ പ്രായമായ വ്യക്തികളെ കാണുവാൻ, അവരുടെ മുമ്പിൽ പോയി അല്പസമയം പങ്കിടുവാൻ, പ്രാർത്ഥിക്കുവാനൊക്കെ നമ്മുടെ കുടുംബയോഗം ഇപ്പോൾ വളരെ മുൻകൈ എടുക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് പുതിയ പ്രവർത്തനമല്ല ഇത്, പഴയത് തന്നെ. എന്നാൽ പുതുതായിട്ട് വീണ്ടും ആരംഭിക്കുവാൻ, അതിന് സംഭാവന നൽകുവാനൊക്കെ എല്ലാവരും മുൻപോട്ട് വന്നു. നിങ്ങളെല്ലാവരും അതിൽ സഹകരിക്കണം. മറ്റുള്ള അനേക ആൾക്കാർ ഇന്ന് നമ്മൾ ക്രിസ്മസ് വളരെയധികം സന്തോഷത്തോടെ ആഘോഷിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പറഞ്ഞതിലൂടെ വളരെ ആർഭാടമായി വിവാഹം ഒക്കെ നടത്തുവാൻ, അവിടെ അതിൻ്റെ പാർട്ടിയൊക്കെ നടത്തുവാൻ ആൾക്കാർ മുൻകൈയിടുന്നാൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ, സ്നേഹിക്കുവാൻ, കരുതുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചപ്പോൾ അതിൽ നിന്നൊരു പങ്കു കൊടുക്കുവാൻ നമുക്കും സാധിക്കണം. നമ്മുടെ കുടുംബയോഗത്തിലൂടെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഇന്ന് തന്നെയാണ് ഞാൻ അച്ഛനെ ഓർപ്പിച്ചതിലൂട്ട്, അച്ഛനെ ഇന്ന് ഞാൻ ഇവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. കുടുംബയോഗത്തിൽ എനിക്ക് ജിജി അച്ഛനെയും മറ്റെല്ലാവരെയും നേരത്തെ അറിയാം. എന്നാൽ ജോജി അച്ഛനെ ഇന്നാണ് ഞാൻ പരിചയപ്പെടുന്നത്. അങ്ങനെ അനേക ആൾക്കാർ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ, പാവപ്പെട്ടതായ ആൾക്കാരുണ്ട്, പഠിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ, ചികിത്സയ്ക്ക് വേണ്ടിയവർ, മറ്റ് വിവാഹത്തിന് വേണ്ടി അതുവരെയൊക്കെ നടത്തുവാൻ ഇന്ന് എടുക്കുന്ന ഈ മുൻകൈ വളരെയധികം അഭിനന്ദനം അറിയിക്കുന്നതാണ്. അതിന് കൂടുതലായി നടത്തട്ടെ. ഇന്ന് സ്മരണീയ പ്രസിദ്ധീകരിക്കുവാൻ, അതുപോലെ നമ്മുടെ ഇനിയും മുന്നോട്ടുള്ള നടത്തിപ്പിനൊക്കെ വേണ്ടതായ ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ഇവിടെ നടത്തുന്നു. ഈ 100-ാമത്തെ വർഷം ഇതിലൂടെ അനേക കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മുടെ കുടുംബയോഗത്തിന് സാധിക്കട്ടെ. അതിന് വേണ്ടതായ എല്ലാ ആശംസകളും ഞങ്ങളുടെ പേരിൽ, എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ കുടുംബയോഗത്തിന് അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബയോഗത്തിന്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നുവല്ലോ. അഭിവന്യ തിരുമേനി, കുടുംബയോഗം പ്രസിഡന്റ് റവറന്റ് അച്ചി തോമസ് അച്ഛൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് റെജി എബ്രഹാം, വേദിയിലായിരിക്കുന്ന ജിജി തോമസ് അച്ഛൻ, ജോജി തോമസ് അച്ഛൻ, തോമസ് മാത്യു അച്ഛൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ കൂടി വന്നിരിക്കുന്ന ഏവരുമേ, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല കുടുംബങ്ങൾക്കും പേര് നൽകുവാൻ കാരണഭൂതനായ സർവശക്തന് ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗിന്റെ മുഖ്യ സന്ദേശം നൽകിയ നമ്മുടെ ഐസക് മാർ ഫിലോക്സിനസ് തിരുമേനിയോട് പ്രസ്താവിച്ച പോലെ തിരക്കുണ്ടായിരുന്നിട്ടും നമ്മുടെ സമയത്ത് എത്തിച്ചേരുവാനും നമുക്ക് വചനങ്ങളാൽ ഒരു സന്ദേശത്താൽ നമ്മളെ ഇവരെ അനുഗ്രഹിച്ച തിരുമേനിക്ക് പ്ലാമൂട്ടിൽ കുടുംബയോഗത്തിന്റെ വകയായ നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു.
നമ്മുടെ ശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി സർ സുദീർഘമായ ഒരു പ്രഭാഷണം നടത്തി നമ്മളേവരെയും ധന്യരാക്കി. ജസ്റ്റിസിനോടുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. നമ്മുടെ ബഹുമാന്യനായ MP ആന്റോ ആന്റണി സാർ അവറുകൾ, MLA-മാരായ രാജു എബ്രഹാം, അഡ്വക്കേറ്റ് ശിവദാസൻ നായർ സാർ ഇവരെ വരാമെന്ന് പറഞ്ഞിരുന്നു. ചില കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല. അവരോടുള്ള പ്ലാമൂട്ടിൽ കുടുംബയോഗത്തിൻ്റെതായ നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. നമ്മുടെ വെബ്സൈറ്റ് ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടെ എത്തിയ ബഹുമാന്യ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ജോർജ് സാർ അവറുകൾ ആ സാറിനോടുള്ള നന്ദിയും കടപ്പാടും പ്ലാമൂട്ടിൽ കുടുംബത്തിൻ്റെതായ രീതിയിൽ അറിയിച്ചുകൊള്ളുന്നു. ഈ കുടുംബയോഗത്തിന്റെ കമ്മിറ്റി അംഗങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ ഇവിടെ ഒരു സുവനീർ ഇവിടെ പ്രകാശനം ചെയ്തു. അതിന്റെ പിന്നിൽ കമ്മിറ്റി അംഗങ്ങളും അല്ലാതെ ആൾക്കാരുടെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രവർത്തിച്ച പ്രൊഫസർ PM തോമസ്, രാജു ചാൻ പാലക്കത്രയിൽ, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും ഒറ്റവാക്കിൽ ഈ കുടുംബത്തിന്റെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. ഇതിന്റെ പബ്ലിസിറ്റി കൊടുത്തത് നമ്മുടെ സജു കാവിൽ, ബിജിലി പി ഷോ തുടർന്നുള്ള ആൾക്കാരാണ്. അവരെയും ഈ കുടുംബത്തിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളട്ടെ. നമ്മുടെ ഇതിലെല്ലാം ഉപരിയായിട്ട് നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെപ്പറ്റി ഇവിടെ ഊന്നൽ കൂടുതൽ പറഞ്ഞു. അതിനുവേണ്ടി ഇന്ന് 3 ലക്ഷം രൂപ നമുക്ക് എൻഡോമെന്റായിട്ട് തന്ന TS വർഗീസ് തോളുപറമ്പിൽ സാറിനോടുള്ള കുടുംബയോഗത്തിന്റെ എന്റെ വ്യക്തിപരമായുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ആശംസയുണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട 2012 നേർന്നുകൊണ്ടും എന്റെ വാക്കിൽ നിന്നും കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനുമായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അനുഗ്രഹകരമായ ഈ ഒരു കൂട്ടായ്മ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തിൽ ചേർന്ന് വരുവാനും തിരുവിധം മനസ്സിലാക്കി ജീവിപ്പാനും മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളത അത് വ്യക്തമായി വെളിപ്പെടുത്തുവാനും ഇടയാക്കുന്ന മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് പ്ലാമൂട്ടിൽ കുടുംബയോഗം ശതാബ്ദി ആഘോഷ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കാൻ അവിടുന്ന് സഹായിച്ചു. കഴിഞ്ഞ നാളുകളിൽ കുടുംബത്തെ പരിപാലിച്ചതായ ദൈവത്തിന്റെ കൃപ എത്ര വലുതാണ്. ജീവിതത്തിലൂടെ കർത്താവിനെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാൻ, വ്യക്തികളായി കുടുംബങ്ങളായി സാക്ഷ്യ സമൂഹമായി നിലനിൽപ്പാൻ അവിടുന്ന് ഇടയാക്കിയ അവസരങ്ങളെ ഓർത്തും സ്തോത്രം കരയറ്റുന്നു. പ്രത്യേകിച്ച് വിവിധ രംഗങ്ങളിൽ ആവശ്യത്തിലിരിക്കുന്നവരുടെ മധ്യത്തിൽ അത്താണിയായി കാണപ്പെടുവാൻ കുടുംബത്തെ അവിടുന്ന് എടുത്തുപയോഗിക്കുന്നതിനായി സ്തോത്രം. ആരംഭിക്കുന്നതായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവിടുന്ന് എല്ലായ്പ്പോഴും അവിടുന്ന് സഹായിക്കണമേ. ഓരോ രംഗങ്ങളിലും കർത്താവിന്റെ ഉത്തമ സാക്ഷികളായി ജീവിപ്പാൻ ഏവരെയും സഹായിക്കണമേ. പ്രത്യേകിച്ച് ഇവിടെ വന്നു ചേർന്നവർ, വിവിധ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ, ജോലിയിലായിരിക്കുന്നവർ, ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ദേശത്തും വിദേശത്തും വിവിധ നിലകളിൽ ജീവിക്കുന്ന എല്ലാവരെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഒരു വലിയ കുടുംബത്തിന്റെ ഭാഗമായി അവർ ഞങ്ങളെ മാറ്റിയിരിക്കുന്നതിനായി സ്തോത്രം. എന്നാൽ മാനവ കുടുംബത്തിന്റെ അംഗങ്ങളാകുന്നു ഞങ്ങൾ, ദൈവിക ഭാവം വെളിപ്പെടുത്തേണ്ടവരാകുന്നു ഞങ്ങൾ. ആ ദൈവിക സ്വഭാവം മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കേണ്ടവരാകുന്നു. ആ ഒരു വലിയ ബോധം ഞങ്ങളിൽ കൂടുതലായി വർദ്ധിപ്പിക്കണമേ. തുടർന്നുള്ളതായ പ്രവർത്തനങ്ങളെ ആശീർവദിക്കണമേ. ചുമതല വഹിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കൃത്യനിഷ്ഠതയോടുകൂടെ കാര്യങ്ങൾ നിർവഹിപ്പാൻ വേണ്ടതായ ദൈവിക കൃപ ധാരാളമായി പ്രദാനം ചെയ്യണമേ. വാർദ്ധക്യ സഹജമായി ക്ഷീണതയിലായിരിക്കുന്നവർ, രോഗങ്ങളിലായിരിക്കുന്നവർ, പ്രയാസങ്ങളിലായിരിക്കുന്നവരെ പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളായി വിവിധ രീതിയിൽ വിഷമിക്കുന്നവരെയും ഓർക്കുന്നു. നിന്റെ കൃപ ഏവരോടുകൂടിയും ഉണ്ടായിരിക്കണമേ. ഒരു വർഷത്തിന്റെ അവസാനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാനായി ഞങ്ങൾ ഒരുങ്ങുന്നു. സമൃദ്ധമായ ജീവന്റെ അനുഭവം, സന്തോഷകരമായ ജീവിതം കർത്താവിനോടൊത്ത് പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച് നയിപ്പാൻ ഏവരെയും സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകപുത്രന്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ കാവലും നടത്തിപ്പും നാം എല്ലാവരുടെ മേലും ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളോടുകൂടിയും കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളോടുകൂടിയും ദേശത്തോടുകൂടിയും
ഇന്നും എന്നും ഉണ്ടായിരിക്കുമാറാകട്ടെ. Have you been to Jesus for the cleansing power? Are you washed in the blood of the Lamb? Are you fully trusted in His grace this hour? Are you washed in the blood of the Lamb? Are you washed in the blood, in the soul cleansing blood of the Lamb? Are your garments spotless? Are they white as snow? Are you washed in the blood of the Lamb? Are you walking daily by the Savior's side? Are you washed in the blood of the Lamb? Do you rest each moment in the crucified? Are you washed in the blood of the Lamb? Are you washed in the blood, in the soul cleansing blood of the Lamb? Are your garments spotless? Are they white as snow? Are you washed in the blood of the Lamb? When the bridegroom cometh, will your robes be white? You're in white in the blood of the Lamb. Will your soul be ready for the mansions bright, and be washed in the blood of the Lamb? Are you washed